എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ 13-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഞായർ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് ജനുവരി മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ വീണ്ടും സജീവമാകുകയാണ്. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ജനുവരി മാസത്തിൽ വിതരണം ചെയ്യേണ്ട സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട്. ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കുമെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും 2 പാക്കറ്റ് ആട്ടയും, പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരിയും 1 കിലോ ഗോതമ്പും, മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 3 കിലോ ഗോതമ്പ് കുറച്ച് പകരം 3 പാക്കറ്റ് ആട്ടയും, നീല റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിലും, അധികമായിട്ട് സ്പെഷ്യൽ അരിയായി 10 രൂപ 90 പൈസ നിരക്കിൽ 3 കിലോ അരിയും ലഭിക്കും. വെള്ള റേഷൻ കാർഡിന് 6 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും, ബ്രൗൺ റേഷൻ കാർഡിന് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കും. ഇതിന്റെ വിതരണമാണ് ഇപ്പോൾ സജീവമായിട്ടുള്ളത്. അപ്പോൾ അതിന്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസങ്ങളിൽ റേഷൻ വാങ്ങാത്തവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ മാസം റേഷൻ വാങ്ങണമെന്ന് ഓർമ്മിക്കുന്നു. വെള്ള റേഷൻ കാർഡുകാർ അത് വാങ്ങിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ബാക്കിയുള്ള റേഷൻ കാർഡുകാർ അത് വാങ്ങിയിട്ടില്ലെങ്കിൽ പൊതുവിഭാഗത്തിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. മുൻഗണനാ റേഷൻ കാർഡുകാരിൽ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകളുടെ വീടുകൾ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടുകളിൽ എത്തിയേക്കാം. എന്തുകൊണ്ടാണോ മസ്റ്ററിംഗ് ചെയ്യാത്തത് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു കാര്യം. മരണപ്പെട്ടിട്ടുള്ള ആളുകളാണ് എങ്കിൽ അവരെ ഒഴിവാക്കുന്നതിനും വിദേശത്തുള്ള ആളുകളെ NRKയിൽ രേഖപ്പെടുത്തുന്നതിനും നേരത്തെ തന്നെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് മസ്റ്ററിംഗ് ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകളെ ഈ വിഭാഗത്തിലുള്ള ആളുകളാണെങ്കിൽ അതിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അതൊന്നും ചെയ്യാതെ നിൽക്കുന്ന ആളുകൾ 10% ഉണ്ട്. മൊത്തം റേഷൻ കാർഡിലെ 10% ആളുകളുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് എന്നുള്ളതിന് വേണ്ടിയുള്ള പരിശോധന ആരംഭിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ആ ഒരു പരിശോധന ഉണ്ടാകുമെന്നാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുള്ളത്. NRK വിഭാഗത്തിൽ ഉള്ള ആളുകളെ NRKയിലേക്ക് മാറ്റി താൽക്കാലികമായി മരവിപ്പിച്ച് വരുന്ന സമയത്ത് മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അന്വേഷണത്തിന് ചെല്ലുന്ന സമയത്ത് മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയാത്ത ആളുകൾ, പുറത്തു പോയിട്ട് മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ അവിടുന്ന് മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യവും ഉദ്യോഗസ്ഥർ ഒരുക്കും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ ഇങ്ങനെ ചെല്ലുന്ന പരിശോധനയിൽ അനർഹരാണ് എന്ന് കണ്ടെത്തിയാൽ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും പുറത്താക്കുന്ന നടപടിയും പിഴ നടപടിയും ഉണ്ടാകും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളെല്ലാം കാത്തിരിക്കുന്നത് ഇനി ജനുവരി മാസത്തെ പെൻഷനാണ്. 2 മാസത്തെ പെൻഷൻ കിട്ടുമോ എന്നാണ് പല ആളുകളും ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ പുതിയ പെൻഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ നമ്മൾ രേഖകൾ സമർപ്പിക്കുന്നതിനെ കുറിച്ച് ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ മാസം നമുക്ക് ബജറ്റിന് മുമ്പ് പെൻഷൻ വിതരണത്തിനുള്ള ഉത്തരവെങ്കിലും വന്നേക്കാം എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതായത് ബജറ്റ് സമ്മേളനത്തിന് മുമ്പ്, ബജറ്റ് അടുത്ത മാസം 7-ാം തീയതിയാണ്. ബജറ്റ് സമ്മേളനം 17-ാം തീയതി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ചിലപ്പോൾ ഈ ഒരു അറിയിപ്പ് എന്തെങ്കിലും മന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ള ഒരു അറിയിപ്പെങ്കിലും വന്നേക്കാം. വിതരണം ചിലപ്പോൾ 20-ാം തീയതി കഴിഞ്ഞ് 25ഓട് കൂടിയിട്ടായിരിക്കും ഉണ്ടാകുക. അതൊരു സാധാരണ രീതിയിൽ തന്നെ ആയിരിക്കും. പക്ഷെ അറിയിപ്പ് നേരത്തെ വന്നേക്കാം. അതും 1600 തന്നെ ആയിരിക്കും. 1 മാസത്തെ ഗഡു ആയിരിക്കും ലഭിക്കുക. കഴിഞ്ഞ ബജറ്റിൽ 2 മാസത്തെ കുടിശ്ശിക മാർച്ചിന് മുമ്പ് തീർക്കേണ്ടതാണ്. അത് തീർക്കാൻ ഇനി ഒരു കുടിശ്ശിക കൂടി നൽകേണ്ടതുണ്ട്. ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസത്തിലൊരിക്കൽ നൽകണം. എന്നാലേ ആ ഒരു വാക്ക് പാലിക്കപ്പെടുകയുള്ളൂ. പക്ഷേ നമുക്കറിയാം, ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് അത് നടക്കുമോ എന്ന് ഉറപ്പ് പറയാനാകില്ല. അതോടൊപ്പം തന്നെ നമുക്ക് ഇനി കാത്തിരിക്കുന്നത് ബജറ്റിലെ പ്രഖ്യാപനങ്ങളാണ്. അടുത്ത കുടിശ്ശിക എന്ന് വിതരണം ചെയ്യും എന്നുള്ളത്. നമുക്ക് ഓരോ ആളുകൾക്കും 6400 രൂപയാണ് കുടിശ്ശികയായിട്ട് ലഭിക്കാനുള്ളത്. അതോടൊപ്പം പെൻഷൻ വർധനവ് 1700ലേക്ക് എത്തുമോ എന്നാണ് പല ആളുകളും പ്രതീക്ഷിക്കുന്നത്, ചോദിക്കുന്നതെല്ലാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 1700ലേക്ക് എത്താനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. പക്ഷെ അപൂർവമാണ് എന്ന് പറയേണ്ടി വരും. അവസാന സമയത്ത് ഇറങ്ങുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതുപോലെ തന്നെ അവസാന സമയത്ത് 4 മാസത്തേക്ക് തീർച്ചയായിട്ട് പെൻഷൻ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവാനുള്ള സാധ്യത. ഇപ്പോൾ ഒരു പെൻഷൻ വർധനവ് പ്രതീക്ഷിക്കേണ്ടതില്ല. മറ്റൊന്ന്, പുതുതായിട്ട് പെൻഷന് അപേക്ഷിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. പുതുതായിട്ട് നമുക്ക് പെൻഷന് അപേക്ഷിക്കുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളുടെയും CSC കേന്ദ്രങ്ങളുടെയും സാധിക്കുന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ്, വയസ്സ് തെളിയിക്കുന്ന രേഖ, ആധാർ കാർഡ്, റേഷൻ കാർഡ് ഇവയൊക്കെയാണ് വേണ്ടത്. അപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് 1 ലക്ഷം രൂപയ്ക്ക് താഴെയായിരിക്കണം. APL BPL വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതാണ്. സ്വന്തമായി ആവശ്യത്തിനുള്ള 4 ചക്ര വാഹനം, 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്, 2 ഏക്കറിലധികം ഭൂമി,
AC ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളോടുകൂടി ആഡംബര രൂപത്തിൽ ഫ്ലോറിങ്ങും മറ്റും ശരിയാക്കിയിട്ടുണ്ട് എങ്കിൽ ആ വീടുകളിൽ താമസിക്കുന്ന ആളുകൾ സർക്കാർ അർദ്ധ സർക്കാർ ജോലിയോ ശമ്പളമോ വാങ്ങുന്ന ആളുകളെല്ലാം ഈ ഗുണഭോക്താവ് ഉൾപ്പെടുന്ന റേഷൻ കാർഡിൽ ഉണ്ട് എങ്കിൽ അവർക്ക് പെൻഷന് അർഹത ഉണ്ടാകില്ല. ബാക്കിയുള്ള എല്ലാവർക്കും പെൻഷന് അപേക്ഷിക്കാം. പെൻഷന് അപേക്ഷിച്ചാലും പഞ്ചായത്തിൽ നിന്നും ഒരു ഫീൽഡ് തല അന്വേഷണം ഉണ്ടാകും. വീടുകളിലെത്തി അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഒരു പെൻഷൻ അനുവദിക്കുകയുള്ളൂ. AC ഉണ്ടോ എന്നൊക്കെ വീടിന് ചുറ്റുപുറവും അല്ലെങ്കിൽ വീടിനകത്ത് കയറിയിട്ടും പരിശോധിക്കുന്ന ഒരു നടപടിയാണ് ഉള്ളത്. അത് കർശനമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പരിശോധന കർശനമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, അനർഹമായി പെൻഷൻ കൈപ്പറ്റിയതിന് പല ഉദ്യോഗസ്ഥരും പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് കർശനമായിട്ടുള്ള പരിശോധനയോട് കൂടിയിട്ടായിരിക്കും 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷന് അനുവദിക്കുക. അതോടൊപ്പം തന്നെ 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വിധവ പെൻഷൻ, അതോടൊപ്പം തന്നെ വിധവകളായിട്ടുള്ള ആളുകൾക്കും 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള അവിവാഹിതരായിട്ടുള്ള ആളുകളും ഉണ്ട് എങ്കിൽ അവർക്കും, അവിവാഹിതരായിട്ടുള്ള വനിതകളും ഉണ്ട് എങ്കിൽ അവർക്കൊക്കെ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം. 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് അവിവാഹിത പെൻഷനും ഭർത്താവ് മരണം പെട്ടിട്ടുള്ള ആളുകൾക്ക് വിധവാ പെൻഷനും വേണ്ടിയിട്ടാണ് അപേക്ഷിക്കാൻ കഴിയുക. അപ്പം അതിലേക്ക് അപേക്ഷിച്ചാൽ എല്ലാ വർഷവും പുനർവാഹിതയല്ല അല്ലെങ്കിൽ വിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട്. ഈ വർഷവും അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് പല പഞ്ചായത്തുകളും തദ്ദേശ സ്ഥാപനങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുള്ളവർ അത് കൊടുക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ പെട്രോൾ പമ്പുകൾ അടച്ചിടും. ഡീലേഴ്സ് അസോസിയേഷനാണ് ഇക്കാര്യം അറിയിച്ചത്. കോഴിക്കോട് HPCL ഓഫീസിൽ ചർച്ചയ്ക്കെത്തിയ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ നേതാക്കളെ ടാങ്കർ ലോറി ഡ്രൈവർമാർ മർദ്ദിച്ചു എന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 58,400, ഗ്രാമിന് 7,300. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയുന്നത്. കേരള ബാങ്കിൽ നിന്നും വായ്പകളുടെ റവന്യൂ റിക്കവറിയിൽ ഇളവ് വരുത്താൻ സർക്കാർ തീരുമാനിച്ചു. 20 ലക്ഷം വരെയുള്ള കുടിശ്ശികകൾ അടച്ചു തീർക്കാൻ പരമാവധി തവണകൾ അനുവദിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. നേരത്തെ 6 മുതൽ 8 തവണകളിൽ 10 ലക്ഷം രൂപ വരെ കുടിശ്ശിക അടച്ചു തീർക്കാൻ അനുമതി ഉണ്ടായിരുന്നു. ഇതാണ് കുടിശ്ശിക 20 ലക്ഷവും കൂടുതൽ തവണകളും അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ലോൺ എടുത്ത് കുടിശ്ശികയായിട്ടുള്ള ആളുകൾക്ക് ഇത് വലിയ ആശ്വാസമാകും. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാൻ ദൂരേക്കും. ബൈ.